السلام عليكم ورحمة الله وبركاته. ഖുലാസത്തുൽ ഫിഖ്ഹ് 49. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മാ യഹ്റുമു ബിൽ ഹദസിൽ അക്ബരി, വലിയ അശുദ്ധി കൊണ്ട് നിഷിദ്ധമാകുന്ന കാര്യങ്ങളാണ്. വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ കുളി നിർബന്ധമായ അവസ്ഥയ്ക്കാണ് വലിയ അശുദ്ധി എന്ന് പറയുന്നത്. കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ മുൻകഴിഞ്ഞ ക്ലാസുകളിലായി നമ്മൾ മനസ്സിലാക്കി. ഓർമ്മ പുതുക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയുന്നു. അവന്റെ ശുക്രം സ്ഖലിക്കുക, 2 അഗ്രം ഗുഹ്യഭാഗത്ത് പ്രവേശിക്കുക, 3 ആർത്തവരക്തം നിലക്കുക, 4 പ്രസവരക്തം നിലക്കുക, 5 പ്രസവിക്കുക, 6 ഷഹീദ് അല്ലാത്ത മുസ്ലിം മരണപ്പെടുക. ഈ 6 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ കുളി നിർബന്ധമായി. ആ അവസ്ഥയ്ക്കാണ് വലിയ അശുദ്ധി എന്ന് പറയുന്നത്. ആ വലിയ അശുദ്ധി കൊണ്ട് നിഷിദ്ധമായ കാര്യങ്ങളാണ് നാം വിവരിക്കാൻ പോകുന്നത്. യഹ്റുമു ബിൽ ജനാബത്തി, ജനാബത്ത് കൊണ്ട് ഹറാമാണ്. എന്താണ് ജനാബത്ത് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കുളി നിർബന്ധമാകുന്ന 6 കാര്യങ്ങൾ. അതിലെ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ കൊണ്ട് കുളി നിർബന്ധമായാൽ, ഏതാണ് 2 കാര്യങ്ങൾ? 1 അവന്റെ ശുക്രം സ്ഖലിക്ക, 2 ലിംഗത്തിന്റെ അഗ്രഭാഗം ഗുഹ്യഭാഗത്ത് പ്രവേശിക്കുക. ഈ 2 കൊണ്ട് കുളി നിർബന്ധമായ അവസ്ഥക്കാണ് ജനാബത്ത് എന്ന് പറയുന്നത്. ആ ജനാബത്ത് കൊണ്ട് നിഷിദ്ധമാണ്. അതുപോലെ തന്നെ പ്രസവിച്ചാൽ കുളി നിർബന്ധമാകും. അപ്പൊ പ്രസവിക്കൽ കൊണ്ടും ഹറാമാണ്, കുളിക്കുന്നതിന് മുമ്പ് ഹറാമാണ്. ജമീഉ മാ ഹറുമ ബിൽ ഹദസിൽ അസ്ഗരി, ചെറിയ അശുദ്ധി കൊണ്ട് നിഷിദ്ധമായവ എല്ലാം. ചെറിയ അശുദ്ധി കൊണ്ട് നിഷിദ്ധമായവ നാം മുമ്പ് പഠിച്ചിട്ടുണ്ട്. 1 നിസ്കാരം. ചെറിയ അശുദ്ധിയുള്ളവന് നിസ്കാരം ഹറാമാണ്. അതുപോലെ കഅബ പ്രദക്ഷിണം ഹറാമാണ്. നിസ്കാരമൊന്നുമില്ല, സുജൂദ് മാത്രം ചെയ്യൽ അതും ഹറാമാണ്. ജുമുഅയുടെ ഖുതുബ നടത്തൽ ഹറാമാണ്. അതുപോലെ മുസ്ഹഫ് തൊടലും ചുമക്കലും ഹറാമാണ്. ഈ കാര്യങ്ങൾ അത്രയും ജനാബത്ത് കൊണ്ടും പ്രസവം കൊണ്ടും കുളി നിർബന്ധമായവർക്കും കുളിക്കുന്നതിനു മുമ്പ് നിഷിദ്ധമാണ്. മാത്രവുമല്ല വയഹ്റുമു ബിഹിമാ, ജനാബത്ത് കൊണ്ടും പ്രസവം കൊണ്ടും ഹറാമാകും. സിയാദത്തൻ അലൈഹി, ഇതിനേക്കാൾ കൂടുതലായ ഹറാമാകും. ഇപ്പോൾ പറഞ്ഞത് ചെറിയ ശുദ്ധി കൊണ്ട് നിഷിദ്ധമായത് മുഴുവനും നിഷിദ്ധമാകും. അതോടൊപ്പം അംറാനി, 2 കാര്യങ്ങൾ കൂടെ നിഷിദ്ധമാകും. അതേതാണ് 2 കാര്യം? അൽ മുഖ്സു ഫിൽ മസ്ജിദി, പള്ളിയിൽ താമസിക്കൽ നിഷിദ്ധമാകും. വഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതലും ഹറാമാകും. ബിഖസ്ദിഹി, ഖുർആൻ എന്ന ഉദ്ദേശപ്രകാരം ഖുർആൻ ഓതലും നിഷിദ്ധമാകും. ചെറിയ ശുദ്ധിക്കാരന്, വുളൂഇ ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ തൊടലും ചുമക്കലും ഹറാമാണ്. അതേസമയത്ത് ഖുർആൻ ഓതൽ ഹറാമില്ല. ഖുർആനൊന്നും എടുക്കാതെ ഒരാൾ മനപ്പാടമുള്ളത് ഓതുകയാണ്, അവന് വുളൂ ഇല്ല. വുളൂ ഇല്ലെങ്കിലും അവന് പ്രശ്നമില്ല, ഖുർആൻ ഓതുന്നത് കൊണ്ട് വിരോധം ഇല്ല. അതേ സമയത്ത് കുളി നിർബന്ധമായവൻ അങ്ങനെയല്ല. അവന് ഖുർആൻ എടുക്കാൻ പറ്റുകയില്ല, അത് ചുമക്കാൻ, അത് എടുത്തുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല.
തൊടാൻ പറ്റുകയില്ല. അതോടുകൂടെ തന്നെ അവൻ മനഃപ്പാടമുള്ളവനാണെങ്കിൽ അതിൽ ആ മനഃപ്പാടമുള്ളതിൽ നിന്ന് അവൻ ഖുർആനൊന്നും എടുക്കാതെ തന്നെ ഓതുക, അതും ഹറാമാണ്. ബിഖസ്ദിഹി, ഖുർആന് എന്ന ഉദ്ദേശപ്രകാരം ഓതലും ഹറാമാണ്. വലൗ ഹർഫൻ മിൻഹു, അത് ഖുർആനിൽ നിന്നുള്ള ഒരു അക്ഷരം ആയാൽ പോലും, ഒരൊറ്റ അക്ഷരേ ഉള്ളൂ, നൂൻ. അത് ഒരാൾക്ക് നൂൻ എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയല്ല, ഖുർആൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഓതുന്നത്, എന്നാൽ അത് ഓതൽ ഹറാമാണ്, നിഷിദ്ധമാണ്. വതഹില്ലു അദ്കാറുഹു, ഖുർആനിന്റെ ദിക്റുകൾ അനുവദനീയമാകും. വലിയ അശുദ്ധിക്കാരനാണെങ്കിലും ഖുർആനിന്റെ ദിക്റുകൾ അനുവദനീയമാകും. ബിലാ ഖസ്ദി ഖുർആനിൻ, ഖുർആന് എന്ന ഉദ്ദേശ്യം ഇല്ലാതെ ദിക്റുകൾ, ഖുർആനിൽ പെട്ടതു തന്നെയായ ദിക്റുകൾ അനുവദനീയമാകും. കഅയ്യഖൂല, ഏതുപോലെ അവൻ പറയും പോലെ, ഇൻദൽ അക്ലി, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയും പോലെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കുളി നിർബന്ധമായ ആള് പറഞ്ഞാൽ അത് നിഷിദ്ധമല്ല, അത് അനുവദനീയമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനിൽ പെട്ടതല്ലേ? പെട്ടത് തന്നെ. പക്ഷെ ഖുർആനി എന്ന ഉദ്ദേശത്തിലല്ലല്ലോ ഓതുന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സുന്നത്തായ ഒരു ദിക്റാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഉദ്ദേശത്തിലാണ് അവൻ ഓതുന്നത്. അതുപോലെ തന്നെ വഇൻദ റുകൂബി, വാഹനം കയറുന്ന സമയത്ത് പറയും പോലെ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, അത് ഖുർആനിൽപ്പെട്ട ഒരായത്താണത്. വലിയ അശുദ്ധിക്കാരൻ വാഹനം കയറുന്ന സമയത്ത് ഈ ആയത്ത് ഓതുന്നത് കൊണ്ട് വിരോധമില്ല. ഖുർആൻ എന്ന ഉദ്ദേശത്തിൽ അല്ലല്ലോ ഓതുന്നത്, മറിച്ച് വാഹനം കയറുന്ന സമയത്ത് ദിക്ർ പഠിപ്പിക്കപ്പെട്ടതാണ്, ആ ദിക്റാണ് എന്ന നിലക്കാണ് അവൻ അത് ഓതുന്നത്. അപ്പൊ ദിക്ർ എന്ന ഉദ്ദേശത്തിൽ അനുവദനീയമാകും. ഖുർആൻ എന്ന ഉദ്ദേശത്തോടുകൂടെ ഓതുകയാണെങ്കിൽ ഹറാമും ആകും. വഇൻദൽ മുസീബത്തി, മുസീബത്ത് വരുന്ന സമയത്ത് പറയും പോലെ, സുബ്ഹാനല്ലദീ, വഇൻദൽ മുസീബത്തി, മുസീബത്ത് വരുന്ന സമയത്ത് പറയും പോലെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും പോലെ, അതും ഖുർആനിൽപ്പെട്ട ഒരായത്ത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ മുസീബത്ത് വരുന്ന സമയത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയൽ പ്രത്യേകം സുന്നത്തുള്ള ദിക്റാണ്. അപ്പൊ ആ ഉദ്ദേശത്തിൽ പറയുമ്പോൾ അത് ഖുർആനിൽപ്പെട്ടതാണെങ്കിലും വലിയ അശുദ്ധിക്കാരന് നിഷിദ്ധം അല്ല. വക്കൽ മുഖ്സിഫിൽ മസ്ജിദി, പള്ളിയിൽ താമസിക്കും പോലെ തന്നെയാണ് അത്തറദ്ദുദു ഫീഹി, പള്ളിയിലൂടെ ഇങ്ങനെ നടക്കലും ഹറാമാണ്. ലാ ഉബൂറുഹു, പള്ളിയിലൂടെ വിട്ടുകിടക്കൽ ഹറാമില്ല. ഒരാള് വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാണ്, വഴിയിലാണ് പള്ളി വരുന്നത്. അപ്പൊ അദ്ദേഹം വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ പള്ളിയിലൂടെ അങ്ങോട്ട് പാസ് ചെയ്തു. അങ്ങനെ പാസ് ചെയ്യാതെ പള്ളി ചുറ്റിക്കറങ്ങാൻ കുറച്ച് കൂടുതൽ നടക്കാനുണ്ട്. അപ്പൊ എളുപ്പം എന്നുള്ളവർക്ക് പള്ളിയിലൂടെ പാസ് ചെയ്തു. എന്നാൽ അതുകൊണ്ട് നിഷിദ്ധം വരുന്നില്ല. അത് ആവശ്യമില്ലാതെ ചെയ്യൽ, ഫഹുവ, ഈ പള്ളിയിലൂടെ വിട്ടുകിടക്കൽ ബിലാ ഗറളിൻ, പ്രത്യേക ആവശ്യമൊന്നും ഇല്ലാതെ അങ്ങനെ ചെയ്യുന്നത് ഖിലാഫുൽ ഔല, നല്ലതിന് വിരുദ്ധമാണ്, ഖിലാഫുൽ ഔലയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.